എന്റെ പേര് പാറു. ഒരുപാട് കേട്ടിട്ടുണ്ട് പാറിനെ കുറിച്ച്. കേൾക്കുന്നത് പോലെയല്ല പാറു എന്ന സത്യം, അത് അനുഭവിച്ച് തന്നെ അറിയാം. എപ്പോഴും അങ്ങ് ഇടിച്ചു കയറിക്കോണം. ചേച്ചി പോകുന്നതിന് മുമ്പേ ചേച്ചിക്ക് ഒരു പേര് ഇടും. അത് മാത്രമല്ല ചേച്ചിക്ക് ഒരു ഉമ്മയും തരും. ചേച്ചി അതിലൊന്നും വീഴരുത്. ഇപ്പൊ ഇടിച്ചു കയറി പറയുന്ന ആരാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഒരാൾ വന്നു നിൽക്കാണ്, വെറുതെ വെറുപ്പിക്കരുത്. വെറുപ്പിക്കാൻ ബെസ്റ്റ് അമ്മായ. ഓ അത് എനിക്ക് പാറുവേ. അമ്മൂമ്മേ കനാൻഡി മോളെ വരുമെന്ന് കേശു പറഞ്ഞായിരുന്നു. ഇതാണോ കസിൻ? ആ എന്താ മോളുടെ പേര്? റിയ ഫെർണാണ്ടസ്. എന്തോ? റിയ ഫെർണാണ്ടസ്. മുമ്മ കേട്ടല്ലോ, റിയ ഫെർണാണ്ടസ്. ഇങ്ങനെ റിയ ഫെർണാണ്ടസ്, അല്ലാതെ സുപ്രിയ തോമസ് അല്ല. അവസാനം പേര് മാറ്റി വിളിക്കല്ലേ. അതാരാ സുപ്രിയ തോമസ്? അവനല്ലേ പറഞ്ഞേ, അവനോട് പറഞ്ഞു കൊടുക്കടാ. കോമഡി പറയൂലേ, അതല്ലേ പറഞ്ഞതാ. അല്ല സംഭവം എന്താന്ന് വെച്ചാൽ, എന്റെ അറിയണമെങ്കിൽ എന്റെ ബേസ് അറിയണം. അതാണ് പ്രശ്നം. നമ്മുടെ അമ്മൂമ്മയില്ലേ, അമ്മൂമ്മ ആരുടെയും പേര് വൃത്തിക്ക് ഓർത്ത് വെക്കൂല. പകരം വേറെ ഏതെങ്കിലും പേരായിരിക്കും ഓർത്ത് വെക്കണത്. ഇപ്പൊ ഉദാഹരണത്തിന് മെർലിന്റെ ഫാദറിന്റെ പേര് വിൻസെന്റ് തോമസ് എന്നാണല്ലോ. അമ്മൂമ്മ ആ പേരല്ലേ വിളിക്കണത്. എപ്പൊ കണ്ട നേരം ഒന്നെങ്കിൽ നെൽസൺ തോമസ്, അല്ലെങ്കിൽ രാജീവ് തോമസ്, വേറെ തോമസ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ അത് കോമഡിയല്ലേ. ഏറ്റില്ല ഏട്ടാ, ഇനി മിണ്ടായി. സുപ്രിയ, നീ എങ്ക തங்குற? കണ്ടാ ഞാൻ പറഞ്ഞില്ലേ. ആന്റി, സുപ്രിയ അല്ല റിയ. അവളെ ശരിക്കുള്ള വീട് ചങ്ങനാശ്ശേരിയില്ല. ഇപ്പൊ ഒരു 8 മാസമായിട്ട് കത്തിരിക്കടവിലെ ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കാം. ഓ, അപ്പൊ ഡാഡി മമ്മിയൊക്കെ? ഡാഡി ബിസിനസ്സാ ചെയ്യുന്നേ. ഞങ്ങക്ക് കോട്ടയത്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ചെറിയതോ? ചെറുതൊന്നല്ല, നല്ല വലിയ സൂപ്പർ മാർക്കറ്റാ. കോട്ടയത്ത് കൂടാണ്ട് റാന്നിയിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ആന്റിയുടെ വീടങ്ങ് പത്തനംതിട്ടല്ല, അവിടെ ഉണ്ട് ഒരെണ്ണം. ഓഹോ, അപ്പൊ റിച്ച് ടീമാണല്ലേ. നമ്മളൊക്കെ പാമ്പിടിച്ചവരാണ്. അത് വിട്. അല്ല, മെർലിൻ വൈകുന്നേരം പോവുള്ളൂന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഡാഡി അറിഞ്ഞ സീനാവൂല. കേശു, നീ ഇവരോടൊന്നും പറഞ്ഞില്ലേ? ഡാഡി മമ്മി ഒന്നും ഇവിടെ ഇല്ല. അവരൊക്കെ ദുബായിക്ക് പോയി. ദുബായിക്കാ? ആ, ഇന്നലെ. അപ്പൊ ഇവിടെ ഇല്ല. എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവളുടെ കൂടെ ഫ്ലാറ്റിൽ നിന്നോളാന്ന് പറഞ്ഞു. ഇവളെ ആണെങ്കിൽ ഡാഡിക്ക് മമ്മിക്ക് ഭയങ്കര വിശ്വാസാ. ഇനിയിപ്പോ ഞാൻ ഇന്ന് ഇവിടെ നിന്നാലും നാളെ ഇവിടെ നിന്നാലും അവരറിയാനേ പോകുന്നില്ല. മമ്മിയോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയണം. എന്നാ പിന്നെ നാളെ പോവാ, നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ല ഇപ്പൊ എന്താണ് എല്ലാവരും കൂടെ പുറത്ത് സംസാരിക്കുന്നത്? ആ, നമുക്ക് അത്രയും സംസാരിക്കാം. ഓ ഇല്ല, നീ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളെന്തിനാ പുറത്ത് വെക്കണേ? വാ അറിയാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ വാ അത്തോട്ടോ, വാ. റീക്ക് കുടിക്കാൻ അമ്മൂമ്മ തരും. മെർലിന് എന്ത് പറ്റി ഡാഡി മമ്മി പെട്ടെന്ന് ദുബായിക്ക് പോയാ? ഡാഡിക്ക് അവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. പിന്നെ ഡാഡിക്ക് ഇപ്പൊ അത്ര സുഖമൊന്നുമില്ല. അത് പണ്ടേ സുഖമില്ലല്ലോ. എന്റെ പാറു അതല്ല, ശാരീരികമായി അത്ര സുഖത്തിലല്ലാന്ന്. അതാണ് ഇപ്രാവശ്യം മമ്മീനെയും കൊണ്ടുപോയത്. എന്നെയും കുറെ നിർബന്ധിച്ചതാ കൂടെ ചെല്ലാനായിട്ട്. പക്ഷെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മുങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രക്ഷോട്ടുന്നാ? അവളെ പോയി അടിച്ചു പൊളിച്ചൂടായിരുന്നോ? ആ ബെസ്റ്റ്, അവരുടെ കൂടെ പോയി അടിച്ചു പൊളിക്കാനാ. ഇവിടെ കിട്ടുന്ന സമാധാനം പോലും അവിടെ കിട്ടൂല. അല്ല, അപ്പൊ ഡാഡി ദുബായിന്ന് വിളിക്കൂലേ? പിന്നെ വിളിക്കൂലേ, പക്ഷെ ഇവളുടെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഇവളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. ആന്റിക്കും അങ്കിളിനെ എന്നെ ഭയങ്കര കാര്യ. എന്നെ കണ്ടു പഠിക്കാനാ ഇവളോട് പറഞ്ഞിരിക്കണേ. പക്ഷെ കേശുവിന്റെ ഇവളുടെ കാര്യം രഹസ്യമായിട്ട് അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവളെ നല്ലോണം ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ടാ പോയത്. എങ്ങനെ ഇരിക്കണേ, കള്ളന്റെ ഇലാണ് താക്കോൽ എടുത്തിട്ട് പോയേക്കണേ. അതെ, നീ കൂടുതൽ പറയൊന്നും വേണ്ട. നീ ഒരു ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. നീ ഇപ്പൊ എന്നെ പള്ളു വിളിക്കാനാണ് ഇതിനകത്ത് കയറി വന്നത്? നിർത്ത്. മെർലിനെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടാ. ഇനി എങ്ങാനും മെർലിന്റെ ഡാഡി വീഡിയോ കോൾ ചെയ്ത് എന്ത് ചെയ്യും? ഡാഡി അങ്ങനെ വീഡിയോ കോൾ ചെയ്യാനൊന്നും വഴിയില്ല. നീ ചെയ്താൽ തന്നെ ഞാൻ ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ ഫോൺ പിടിച്ചിട്ട് സംസാരിക്കും. അതാവുമ്പോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇന്റലിജന്റ്. അല്ല, നീ ഇങ്ങോട്ട് വന്നുള്ള കാര്യം മമ്മിക്ക് അറിഞ്ഞൂടെ? മമ്മിക്ക് അറിയായിരിക്കും. എന്തായാലും മമ്മി പോണേന് മുന്നേ എന്നോട് പറഞ്ഞു, കേശുവിന്റെ വീട്ടിൽ പോവാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ അതിൽ കൂടുതൽ നിൽക്കണ്ടാവും. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ വൈകുന്നേരം പോയാൽ മതി രണ്ടുപേരും.
അല്ല എന്താ നിങ്ങളൊന്നും പറയാത്തെ? ഞങ്ങളിവിടെ നിക്കുന്നതില് നിങ്ങക്ക് താല്പര്യമില്ലേ? അങ്ങനത്തെ പ്രശ്നം അതെന്ത് വർത്താനം തന്നെ. നിങ്ങളിവിടെ നമുക്ക് അടിച്ചു പൊളിക്കാലോ. അതെ, അടിച്ചു പൊളിക്കാലോ. നമുക്ക് രാത്രി സിനിമയ്ക്ക് പോവാം. അത്രയ്ക്കൊന്നും വേണ്ട, നമുക്ക് പാട്ട് ഒക്കെ വെച്ച് ഡാൻസ് കളിക്കാം. അത് ചെയ്യാം. ആ ഇവളെ ഈയിടായിട്ട് ഭയങ്കര ഡൗണാ. നമുക്ക് ഇവിടെ ഒന്ന് ഓണാക്കി എടുക്കണം. അതെന്ത് പറ്റി കേശുവേ? മെർലിൻ ഭയങ്കര ഡൗണ്. അതെന്താ അമ്മായി എന്റെ അടുത്ത് ചോദിക്കുന്നേ? അല്ല, മെർലിന്റെ കാര്യം നിന്റെ അടുത്ത് ചോദിക്കണമല്ലോ കേശുവേ. അമ്മായിയുടെ ഫണ്ണ്.